കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നേക്ക് 20 വർഷത്തിന് മുമ്പേ പ്രിയ ബെൻസിയുടെ പിതാവും മാതാവും തമ്മിലുള്ള വിവാഹ ശുശ്രൂഷ ഈ ആലയത്തിൽ വെച്ചാണ് നടത്തപ്പെടുവാനിടയായത്. ശേഷം ഇതിനെ ഓർത്തു ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തുടർന്ന് വളരെ ദൈവാശ്രയത്തിൽ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. നമ്മുടെ നടുവിലായിരിക്കുന്ന ആദരണീയനായ നമ്മുടെ എവനേഴ്സ് മിഷൻ പ്രസ്ഥാനത്തിൻ്റെ സൗത്ത് സോണൽ ഡയറക്ടറും അതോടൊപ്പം ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ ഡിസ്ട്രിക്ട് പാസ്റ്ററും എവനേഴ്സ് മിഷൻ തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പളുമായിരിക്കുന്ന ആദരണീയനായ ഡോക്ടർ ജോഷുവ നെൽസൺ അവர்களാണ് സഹകരിക്കുക. ദൈവം നമ്മിൽ അനുഗ്രഹിക്കട്ടെ. നാം വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ് നാം ദൈവത്തിലായിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഷാലുകുമാറിൻ്റെ സിസ്റ്റർ ബാംഗ്ലൂരിൽ കുടുംബമായി കഴിയുന്നു. അവർ കൂടുന്ന സഭയിലെ പാസ്റ്റർ ജോർജ് മാത്യു തോമസ് പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ആലോചന ദൈവദാസൻ നൽകി ശുഭ മാത്യു പാസ്റ്റർ ഷാലുകുമാറെ പരിചയപ്പെടുത്തി. ഇന്ത്യ ചർച്ചിലെ അസിസ്റ്റന്റ് ആയിരിക്കുന്ന പാസ്റ്റർ പേര് അലക്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങേറ്റിരിക്കുന്ന ഞങ്ങളുടെ എബനേസർ മിഷൻ ചർച്ചിലെ തവരുകുണ സഭയിലെ പാസ്റ്റർ യേശുദാസ്, അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പാസ്റ്റർ കുട്ടപ്പൻ എബനേസർ മിഷൻ ചർച്ചിൽ ഒരു സീനിയർ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന ദേവദാസൻ, മറ്റ് മനോഹരമായ ഗാനങ്ങൾ പാടുന്ന പ്രിയപ്പെട്ടവർ, പ്രിയ സഹോദര ബലവേദികൾ വെച്ചതുപോലെ കാണാറുണ്ട്. പാട്ടിൽ കൂടെ വീഡിയോഗ്രാഫേഴ്സായി മിക്കവാറുള്ള ഒരുപാട് കല്യാണങ്ങളിൽ അദ്ദേഹത്തെ കാണാറുണ്ട്. പലയിടത്തും പോകുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? ഓക്കെ. അപ്പോൾ പല സ്റ്റുഡിയോ ആയിട്ട് ഒരു കണക്ഷനാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള മനോഹരമായ വീഡിയോ ഒക്കെ പിടിക്കുന്നു. അടുത്തിടയ്ക്ക് ഒരു വീഡിയോ കണ്ടത് ഞങ്ങൾ പ്രസംഗിച്ചൊന്നുമല്ല, പ്രസംഗത്തിൻ്റെ തുടക്കമേ ഉള്ളൂ. പിന്നെ വെള്ളത്തിൽ കൂടെ പെണ്ണു പോകുന്നതായിട്ടൊക്കെയാണ്. ഞാനുള്ള ഭാഷയുടെ എല്ലാം പിടിച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതൊന്നും കാണത്തില്ല, അവർക്കറിയാം അതിൽ പോകണം അതിൽ വരണം എന്നുള്ളത്. എങ്കിലും പല വേദികൾ ഇവരൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വധുവരന്മാരായ ഷാലു കുമാർ, ബെൻസി, അവരുടെ മാതാപിതാക്കളുടെ ഉണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവർക്ക് പ്രധാന സീറ്റ് ഇവിടെ കൊടുക്കേണ്ടതായിരുന്നു, പക്ഷേ അതിനുള്ള സ്ഥലം സൗകര്യമില്ലാത്തത് കൊണ്ട് അവരവിടെയൊക്കെ നിൽക്കുകയാണ്. വീഡിയോ ഒക്കെ പിടിക്കുമ്പോൾ അവരെ നമുക്ക് കാണാൻ കഴിയും. ഇവരൊക്കെ ജന്മം നൽകി വളർത്തി വലുതാക്കി ഇങ്ങനെ കൊണ്ടുവന്നു. പാസ്റ്റർ ഇപ്പം പറഞ്ഞ ന്യൂസ് അനുസരിച്ച് ബെൻസിയുടെ പപ്പയുടെ അമ്മയുടെയും കല്യാണം നടന്നത് ഇവിടെയാണ്. അമ്മ ഒന്ന് കൈയുയർത്തി കാണിക്കണം. ഓക്കെ, ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ 10-20 വർഷങ്ങൾക്ക് മുമ്പേ സഭയുടെ സജീവ അംഗങ്ങളായിരുന്നു. അവരെ ദീർഘവർഷങ്ങളായി സഭയിൽ നിൽക്കുന്നവരാണെന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ പറയാൻ വന്നത്. ദൈവം അവരുടെ തലമുറകളെ മാനിച്ചു. 112 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, 2-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നിന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, ഐശ്വര്യ സമ്പത്ത് നിന്റെ ഭവനത്തിൽ ഉണ്ടാകും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വാഗ്ദത്ത വാക്യം പോലെ ഇന്ന് പകലിൽ ഈ വിവാഹത്തിലൂടെ തന്റെ മക്കളെ യോജിപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന പാസ്റ്റർ പറഞ്ഞത് കറക്റ്റാണ്. 3 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ എടുക്കും പല കല്യാണങ്ങളിൽ. പക്ഷേ ഏറ്റവും കൂടുതൽ സമയം കുറച്ചെടുക്കുന്നത് പെന്തക്കോസ്തുകാരുടെ വിവാഹമാണ്. വേണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. മൊബൈലിലൊക്കെ നിങ്ങൾ വീഡിയോ പിടിച്ചിട്ട് അടുത്തുള്ള ഒരു CSI കത്തോലിക്ക കെട്ട് നോക്കണം. കുർബാന കെട്ട് ഉൾപ്പെടെ 3-3.5 മണിക്കൂർ ഞാൻ തന്നെ വാച്ച് ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അതുകൊണ്ട് വളരെ ചുരുക്ക സമയമേ നമ്മൾ എടുക്കാറുള്ളൂ. എന്തുകൊണ്ട് എടുക്കുന്നു എന്ന് ചോദിച്ചാൽ, അവരെ ബോധ്യപ്പെടുത്തുക മാത്രമല്ല, ഇന്ന് വിവാഹം കഴിക്കാൻ പോകുന്നവരോടുള്ള നിർദ്ദേശം മാത്രമല്ല, ഒരുപാട് തകർന്ന കുടുംബങ്ങൾ ഇതിനകത്തുണ്ട്. എലി പിടിക്കുന്ന ബോക്സിനകത്ത് കയറിയതുപോലെ പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല. മനോഹരമായ പെട്ടിയാണ്, കമ്പിയൊക്കെ ഉണ്ട്. അതിനകത്തൊരു തേങ്ങാപ്പൂളൊക്കെ നല്ലവണ്ണം വെച്ചാണ് പിടിപ്പിച്ചിരിക്കുന്നത്.
ഇതിനകത്ത് അകപ്പെട്ടാൽ അയ്യോ എനിക്ക് പുറത്തിറങ്ങി പോകാൻ പറ്റുമോ എന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. പക്ഷെ പറ്റുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നു. എന്നാൽ നമ്മുടെ പെന്തിക്കോസ്റ്റ് കൂട്ടായ്മകളിൽ വിശ്വസിച്ച ദൈവത്തെ സ്നേഹിച്ച് അങ്ങനെയുള്ള ദൈവാശ്രയത്തിൽ വസിക്കുന്ന കുടുംബങ്ങളിൽ തീരെ തന്നെ ഇല്ലെന്ന് പറയാം. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 1%, 1% അത് വേറെന്തെങ്കിലുമൊക്കെ റയർ പ്രോബ്ലംസ് ആകാം. ഏതായാലും പോകട്ടെ. അതുകൊണ്ട് ഇവരുടെ കുടുംബ ജീവിതങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ സിസ്റ്റമാറ്റിക്കലായിട്ട് ചില ആലോചനകൾ നൽകി അവരെ യോജിപ്പിക്കുന്ന ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ. വില്യം ഷേക്സ്പിയർ ഇങ്ങനെ പറഞ്ഞു, മാരേജ് ഈസ് ഫീസ്റ്റ് ഓൺ ഹെവൻ വിച്ച് ഹെൽഡ് ഓൺ എർത്ത് എന്ന് പറഞ്ഞു. സ്വർഗത്തിൽ വെച്ച് വിവാഹം നടക്കുന്നു, എന്നാൽ ഇത് സാധ്യമാകുന്നത് ഭൂമിയിലാണ്. ദൈവത്താൽ യോജിപ്പിക്കപ്പെടുന്നൊരു വിവാഹമാണ്. അതുകൊണ്ട് വിവാഹത്തിന്റെ ഉദ്ദേശം വാസ്തവത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കി അതിലേക്ക് പ്രവേശിക്കണം. കഴിഞ്ഞ ദിവസമൊക്കെ ന്യൂസിൽ ശക്തമായി നടന്നൊരു അനുഭവം അറിയാം. മാതാപിതാക്കളെ ലംഘിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രണയരായ ഒരു കുടുംബം, അല്ലേ, പേരൊന്നും ഞാൻ എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല. അവസാനം സംഭവിച്ചത് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹമായതുകൊണ്ട് ആ മനുഷ്യനെ സ്വന്തം സഹോദരനും അപ്പനും കൂടെ തട്ടിക്കൊണ്ടുപോയി. ഗുണ്ടകളും ഉണ്ടായിരുന്നു. അവസാനം കാണുന്നൊരു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഡെഡ് ബോഡി. ഒരു രാത്രി പോലും ആ ഭാര്യയോടുകൂടെ ഉറങ്ങാൻ വിടാതെ ആ ദാരുണമായ മനുഷ്യൻ മരിക്കപ്പെടുന്നു. ഇത് പ്രേമിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർക്കുള്ള ഒരു പാഠമാണ്. മാതാപിതാക്കൾ അനുസരിക്കാതെ ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് കുട്ടികൾക്കുള്ള അനോട്ടേഷൻ പാസേജും കൂടെയാണ്, ഒരു ഗുണപാഠവും കൂടെയാണ്. പ്രിസലോ, അങ്ങനെ സംഭവിക്കരുത്. അപ്പോൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞ ബാംഗ്ലൂർ വന്ന പാസ്റ്റർ നമ്മൾ മാനിക്കാൻ പോകുകയാണ്. 13-ന്റെ 6-ാം വാക്യത്തിൽ 5-ാം വാക്യത്തിൽ വായിക്കുന്നു, മാരേജ് ഈസ് ഹോണറബിൾ ടു ഓൾ. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. ഐമേനിയായാലും തിരുമേനിയായാലും CPM-ലെ പാസ്റ്ററായാലും കന്യാസ്ത്രീ ആയാലും അമ്പലത്തിലെ പൂജാരിയായാലും എല്ലാ മനുഷ്യർക്കും വിവാഹം മാന്യമാണ്. വേറെ സാങ്കേതിക തകരാറുകളൊന്നും അവന്റെ ശരീരത്തിൽ ഇല്ലെങ്കിൽ കല്യാണം കഴിയണമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഷണ്ണന്മാരാക്കപ്പെട്ടവരെന്നാണ് ഈ പറഞ്ഞ പുള്ളികളൊക്കെ പറയുന്നത്. എത്രയാക്കുന്നുവെന്ന് പത്രങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നു. ഓക്കെ, അത്രയും പറഞ്ഞു വിടുന്നു. അടുത്തിടയ്ക്ക് 23 വയസ്സല്ലേ, 27. വെരി ഗുഡ്, കറക്റ്റ് പ്രായമാണ്. 21 വയസ്സുള്ള ഒരു പയ്യനെ വിവാഹം ചെയ്തു കൊടുക്കാൻ എൻ്റെ ഭാര്യയുടെ സ്ഥലമായ മൂവാറ്റുപുഴയിൽ കടന്നുപോയി, എറണാകുളം ഡിസ്ട്രിക്റ്റ്. ഒടുവിൽ അതിനെ കുറിച്ച് മനസ്സിലാക്കി വരുമ്പോൾ ഇവനോട് ചോദിച്ചെന്താ നീ ഇത്ര പെട്ടെന്ന് വിവാഹം 21 വയസ്സിൽ നടത്താൻ പോയത്? ഞാൻ വിവാഹ ശുശ്രൂഷ ചെയ്തു കൊടുത്തത്. അപ്പം പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ, അതൊക്കെ ചരിത്രം ഭയങ്കരമാണ്. കുവൈറ്റിൽ നിന്നൊരു വിസ വന്നു, 70,000 രൂപ ആ വിസയ്ക്ക് ചാർജ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ കട ചോദിച്ചിട്ട് ആരും തരുന്നില്ല. അവസാനം കണ്ടുപിടിച്ചൊരു മാർക്കും ഒരു പെണ്ണ് കെട്ടില്ല. ദ പർപ്പസ് ഓഫ് എ മാരേജ് ഇതാണോ എന്ന് നിങ്ങൾ കരുതണം. അപ്പന് കണ്ടിട്ട് ചോദിച്ചു, 21 വയസ്സായി കുഞ്ഞിനെ പിടിച്ച് നിങ്ങൾ കെട്ടിക്കുന്നല്ലോ, കാരണം എന്ത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ, വീട്ടിന്റെ വടക്കപ്പുറത്ത് ഒരു 14 സെന്റ് സ്ഥലമുണ്ട്, 8-10 തെങ്ങുതന്നെ നിൽപ്പുണ്ട്. കാരണം വടക്കപ്പുറത്ത് കാല് ചവിട്ടാൻ സ്ഥലമില്ല. ഇവനൊരു വിസയും വേണം, 70 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി രൂപ കൊണ്ട് ഈ 14 സെന്റ് വാങ്ങിയിടാം. ദ പർപ്പസ് ഓഫ് മാരേജിന്റെ ഉദ്ദേശം. 3, ആ അമ്മയോട് ചോദിച്ചു, അമ്മേ 21 വയസ്സ്, ഒരു കറക്റ്റ് 18 വയസ്സ്. എൻ്റെ വൈഫോട് ഒരുപാട് ചോദിച്ചോളാം. 21, 18, വടക്കോട്ടൊക്കെ 27, 25 വേണമെന്ന് പറയുമ്പോൾ അതൊക്കെ മാറിപ്പോയി. ഇന്നലെ നടന്ന ട്രാജഡി, പെൺകുട്ടിക്ക് 20 വയസ്സ്, ചെറുക്കനെ 23. അപ്പൊ വയസ്സൊക്കെ കുറഞ്ഞു. പണ്ടത്തെ 40 വയസ്സുള്ള അറിവുകൾ ഇന്നത്തെ 19 വയസ്സ് കഴിയുമ്പോൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് അപ്പിടിച്ച് കെട്ടിപ്പിക്കുന്നത്. അമ്മയോട് വെച്ച് പറഞ്ഞു, അമ്മ എനിക്കൊരു മോളുണ്ടായിരുന്നു, അവളെ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഭാഗ്യം, പാത്രം കഴിയാളില്ല, അതുകൊണ്ട് മോനെ വിളിച്ച് കിട്ടി. ഇനിയിപ്പോൾ അതേ നടക്കത്തുള്ളൂ. പെണ്ണും കെട്ടിയിട്ട് 4 ദിവസം കഴിയുമ്പോൾ അങ്ങ് പോകും. ഒരുപാട് കുടുംബങ്ങൾ തകർന്നു തരിപ്പണമാകുന്നതിന്റെ ലക്ഷ്യം ഇതാണ്. അതുകൊണ്ട് the purpose of a marriage we have to acknowledge. നമ്മളെന്നല്ല, ശാലുകുമാർ മനസ്സിലാക്കാൻ തയ്യാറാക്കണം. വിവാഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതല്ല. ആനയ്ക്ക് ആനയെന്നും ഓന്തിന് ഓന്തെന്നും കുരങ്ങന് കുരങ്ങനെന്നും കോഴിക്ക് കോഴി എന്നൊക്കെ പേരായി. കോഴിക്ക് അന്ന് ആദാം ആനയെന്ന് വിളിച്ചിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലെ കൂടെ ഓടുന്ന വളർത്തുന്ന കോഴിക്ക് ആനയെന്ന് പേര് വന്നേനെ. എന്നിട്ട് ദൈവം പറഞ്ഞു, എല്ലാം നല്ലതെന്ന് കണ്ടു.
മനുഷ്യൻ ഏകനായിരിക്കുന്ന നല്ലെന്ന് കണ്ടിട്ട് വിശ്വാസികളാണ് കൂടുതൽ. അതുകൊണ്ട് ഇച്ചിരി എംഫസിസ് ചെയ്യാം. അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടിട്ട് ഞാൻ അവന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരു ഗാഠനിദ്ര ഉണ്ടാക്കി, അതിൽ നിന്നൊരു വാരിയിൽ നിന്നൊരു അസ്ഥി ഉണ്ടാക്കി. പാസ്റ്റർ പറഞ്ഞതുപോലെ അവന് ഹൗവ ഒരു സ്ത്രീ ഉണ്ടാക്കി കൊടുത്തു. ഒരു പുസ്തകത്തിൽ വായിച്ചപ്പോൾ എനിക്ക് രസം തോന്നിയത് എങ്ങനെയാണ്, അവൻ ഗാഠനിദ്ര കഴിഞ്ഞ് അനസ്തേഷ്യയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണാൻ സുന്ദരിയായി പെണ്ണ് നിൽക്കുന്നു. അന്തം വിട്ടുപോയി, വാ എന്നുള്ള വിളിച്ചുപോയി എന്നാണ് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയെ ദൈവം നൽകി. എന്തിനു വേണ്ടി നൽകിയെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ, മനുഷ്യൻ ഏകനായിരിക്കുന്ന നല്ലെന്ന് കണ്ടിട്ട് ഞാൻ അവന് തക്ക തുണയുണ്ടാക്കി കൊടുക്കും. ഈ തക്ക തുണയെ കണ്ടെത്താൻ വേണ്ടി മനുഷ്യൻ കണ്ടെത്തുന്ന പരിപാടികൾ വളരെ വിചിത്രമാണ്. കാരണം ഇന്നത്തെ ഹൈക്കോടതി വിധികളും സുപ്രീം കോടതി വിധികളും ഇന്നത്തെ പിള്ളേർക്ക് സർവ്വ സ്വാതന്ത്ര്യത്തിനുള്ള വഴികൾ നയിക്കുന്ന നിലകളാണ്. മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് മുന്നേറുന്ന, അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് വിവാഹത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയാണ് വെള്ളറട ഏരിയ എന്ന് പറയുന്ന നമ്മുടെ ഏരിയ. അടുത്തിടയ്ക്ക് SI ഒരു വ്യക്തിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, സാറേ, ഈ വെള്ളറട ദേശത്തുള്ള 16 കുഞ്ഞുങ്ങൾ ഗുണ്ടകളോട് കൂടെ ഒളിച്ചോടി. 16 പിള്ളേർ. തക്ക തുണയെ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് അടുത്തിടയ്ക്ക് ഞങ്ങൾ സെമിനാരിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ കല്യാണം കഴിഞ്ഞു വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറേ, അത് ആ കല്യാണം LM എന്ന് പറഞ്ഞാൽ LM ഫോർ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ലവ് മാരേജ് ആയിരുന്നു. ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഷോർട്ട് ഫോം ഉണ്ട് സാർ, RM ഉണ്ട്, രജിസ്റ്റേർഡ് മാരേജോ റീമാരേജോ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ട് സാർ? അത് അപൂർവമായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. AM ആണ്, അറേഞ്ച്ഡ് മാരേജസ് ആണ്. ആ സാക്ഷി വാചകത്തിനാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. തികച്ചും മാതാപിതാക്കളാൽ യോജിപ്പിക്കപ്പെട്ട ഒരു കുടുംബമാണ് എല്ലാം. മലയാള ഡിക്ഷണറി നിഘണ്ടു നിങ്ങൾ വായിച്ചു നോക്കണം. മാരേജിനെ പറ്റി വായിച്ചു വരുമ്പോൾ ഇവിടെ പറയുന്നത് വിവാഹം എന്ന് പറയുമ്പോൾ 4 കോൺസെപ്റ്റാണ്. പരവേശം, ഇത് 3 സംഭവിക്കുന്നു. വിവാഹം എന്ന് പറഞ്ഞാൽ എപ്പോഴെന്റെ കല്യാണം നടക്കും എന്ന് ചാടി ചോദിച്ച് നടക്കുന്നവരുണ്ട്. അത് വിവാഹം കഴിഞ്ഞവരുണ്ട്. സുഖദുഃഖങ്ങൾ അനുഭവിച്ച ജീവിതത്തിന്റെ മണ്ഡലത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളുടെ ഒരുപാട് പേര് ഇരിപ്പുണ്ടവരെന്ന് കരവേർത്തി കാണിക്കണം. 2 പേരേ ഉള്ളൂ. സ്വന്തക്കര താഴ്ത്തിയിടാം. ഇനി വിവാഹം കഴിയാത്തൊരു കൂട്ടരുണ്ട്, ധാരാളം ആളുകൾ. എപ്പോ എന്റെ കല്യാണം നടക്കുന്നതാണ് ആവേശം എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ കൂട്ടരാണ് ഇന്ന് കല്യാണം കഴിയാൻ പോകാൻ വേണ്ടി ഒരു ചെയറിൽ നല്ല മനോഹരമായ വെള്ളയൊക്കെ വിരിച്ചിട്ട് അവരുടെ ഒരുപാട് രീതികളിലൂടെ പ്രവേശിക്കുന്നു. അടുത്ത് കിളിമാനൂരിൽ വെച്ച ഒരു ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ട ഒരു സഹോദരനും സഹോദരി അവസാനം അവർ പറഞ്ഞു, തമ്പാനൂർ സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ വെച്ചൊന്ന് കാണാൻ താല്പര്യപ്പെടുന്നു. അവൾക്ക് പ്രായം 19. കളവനെ കണ്ടിട്ട്, തല നരച്ച മനുഷ്യനെ കണ്ടിട്ട്, കവള കൊട്ടിപ്പോയ മനുഷ്യനെ കണ്ടിട്ട് അവിടെ പിടഞ്ഞു വീഴുന്നു. കാരണം ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ട പ്രണയദാതാവായ 60-ൽ പരം വയസ്സുള്ള മനുഷ്യന് 19 വയസ്സുള്ള പെൺകുട്ടി, നിനക്ക് അബദ്ധം പറ്റരുത്. മിസ്യൂസിലൂടെയാണ് ഇന്ന് ആയിരക്കണക്ക് കുടുംബങ്ങൾ തകർക്കപ്പെടുന്നത്. ഇവിടെ പറയുന്നു തക്ക തുണ. പാസ്റ്റർമാരും വിശ്വാസികളും ധാരാളമുള്ളത് കൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ചിലത് കാണുന്നു. ഒരുമിച്ച് പാപം ചെയ്ത ഒരു കുടുംബത്തെ ബൈബിളിൽ കാണുന്നു. അനന്യാസും ലഭിക്കപ്പെട്ട ഷാലുകുമാർ തക്ക തുണയായി കരുതണം. ഇങ്ങനെ കരുതി മുന്നോട്ട് പോകാം. ദൈവം നിങ്ങൾക്ക് നൽകിയ ഒരു ദൈവാശ്രയം, നിങ്ങൾക്ക് ദൈവത്തെ ആരാധിച്ചു പോകാൻ നൽകിയ ഒരു സഭ, ഹല്ലേലൂയ, അതൊക്കെ നിങ്ങൾ മുന്നിൽ കണ്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ചാൽ അക്കുലാസിനെ പോലെ, പ്രിസ്കില്ലെ പോലെ, ഇയ്യോബിനെ പോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമയാക്കി മാറ്റാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യും. കരമുയർത്തി സ്തോത്രം ചെയ്താട്ട്. 2, ദൈവം വിവാഹത്തെ യോജിപ്പിച്ചത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ കാണുന്നു. 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, ആകയാൽ ദുർനടപ്പുണ്ടാകാതിരിക്കാൻ ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഓരോരുത്തരെ സ്വന്തം ഭാര്യ ഉണ്ടാകട്ടെ.
ദുർനടപ്പ് ഒരുപാട് ഭൂമിയിൽ ഉണ്ടാകാം. ദുർനടപ്പ് മാറ്റാൻ വേണ്ടി ദൈവം കുടുംബങ്ങളെ യോജിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. വിവാഹം സ്ഥാപിച്ചു. നമുക്കറിയാം, പത്രങ്ങളിലൂടെ വായിച്ച വാർത്തകൾ, വിവാഹം കഴിയാതെ ജീവിച്ചിരുന്ന ഒരുപാട് ക്രൈസ്തവ നിലകളിലുള്ള മിഷണറിമാർ എന്നറിയപ്പെടുന്നവർ, ഹൈന്ദവരായ ആളുകൾ ഒക്കെയുള്ള സംവിധാനത്തിൽ ദുർനടപ്പുകൾ അവരുടെ ജീവിതത്തിൽ വന്നു. ഒരുപാട് ട്രാജഡികൾ സംഭവിച്ചു. അതുകൊണ്ട് ദുർനടപ്പ് ഭൂമിയിൽ ഉണ്ടാകാതിരിക്കാൻ പൗലോസ് പറയുന്ന ഒരു കാര്യം എങ്ങനെയാകയാൽ ദൈവരാജ്യത്തിൽ പോകാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചെയ്യാത്ത ചില കാര്യങ്ങൾ ദൈവജനത്തിൽ വ്യക്തമായി പറയുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ തുടക്കത്തിൽ പറയുന്നു, ദുർനടപ്പ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ശരിയല്ലേ? ഭൂമിയിൽ ദുർനടപ്പുണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. അത്രയും പറഞ്ഞു വിടുകയാണ്. പാസ്റ്റർ പറഞ്ഞ സമയത്ത് നിർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ പെറ്റുപെരുകി ഭൂമിയിൽ സന്താന പുഷ്ടിയുള്ളവരായി വർദ്ധിപ്പിച്ചു വരുവീൻ. കർത്താവ് കുടുംബങ്ങളെ യോജിപ്പിച്ചതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് തലമുറകൾ ഉണ്ടാകാനാണ്. തലമുറകൾ ഉണ്ടാകാൻ. ഇപ്പൊ അതൊക്കെ ഒരുപാട് ലിമിറ്റേഷൻ വന്നിട്ടുണ്ട്. V2 S2, നമ്മൾ 2, നമുക്ക് 2, അങ്ങനെയാണ്. ചിലതൊക്കെ ലിമിറ്റേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ സാമ്പത്തിക ക്ലേശങ്ങളും വിദ്യാഭ്യാസ മേഖലകളൊക്കെ കണക്കിലെടുത്ത് അങ്ങനെയൊക്കെ ആകണമെങ്കിലും ഒരു ദൂത് ഞാൻ പറയട്ടെ. ദൈവം കുടുംബങ്ങളെ യോജിപ്പിച്ചത് എന്തിനു വേണ്ടിയാ? സന്താന പുഷ്ടി ഉണ്ടാകാൻ, തലമുറകൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് വിവാഹ ശുശ്രൂഷകൾ ചെയ്യാൻ എനിക്ക് ഭാഗ്യം ദൈവം നൽകിയിട്ടുണ്ട്. ഈ രജിസ്റ്റർ ബുക്കിൽ ഇപ്പൊ 51-ാമത്തെ വിവാഹമാണ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ വെച്ച് ഒരു ബുക്ക് തീർന്നിരുന്നു. ഇതുകൂടാതെ ഒരു ബുക്കും തീർന്നിട്ടുണ്ട്. നേരത്തെ ഒരു സെൻട്രൽ പാസ്റ്റായി വന്നതുകൊണ്ട് ഒരുപാട് വിവാഹ ശുശ്രൂഷകൾ ചെയ്യേണ്ട അവസരങ്ങളുണ്ടായി. ഞങ്ങൾ അവരുടെ മുട്ടുമേൽ നിർത്തി പ്രാർത്ഥിക്കാൻ ദൈവദാസന്മാരായ അഭിഷിക്തരായി ഞങ്ങൾക്ക് കൃപ ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മക്കൾ ആമേ കുടുംബങ്ങൾക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തിടയ്ക്ക് ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ പഠിച്ചു വരുന്ന പെൺകുട്ടിയുടെ വിവാഹം ഞാൻ തന്നെ നടത്തേണ്ടി വന്നു. അടുത്തിടയ്ക്ക് സാറേ ഞങ്ങൾ അമ്പൂരിയില്ല നേരിട്ട് പോകുകയാണ്. ഇടയ്ക്ക് ഒന്ന് കാറിൽ കൂടെ കയറട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വൈഫ് ഉണ്ടായിരുന്നു. ആമേ വണ്ടിയിൽ കയറാൻ പറഞ്ഞു. എത്ര കുഞ്ഞുങ്ങളെന്ന് ചോദിച്ചാൽ പറഞ്ഞു 4 ആണ്. അപ്പൊ പിള്ളേർക്കൊരു കുറവില്ലെന്ന് എനിക്ക് മനസ്സിലായി. പ്രാർത്ഥിച്ചാൽ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തലമുറകൾ ഉണ്ടാകേണ്ടതിന് ദൈവം വിവാഹത്തെ യോജിപ്പിച്ചു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾ വിവാഹത്തിലൂടെ അല്പസമയം കഴിയുമ്പോൾ യോജിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ വിവാഹത്തിലൂടെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആരാധനയ്ക്ക് മുടക്കം വരുത്തരുത്. ദൈവം കുടുംബങ്ങളെ യോജിപ്പിച്ചത് മധ്യാകാശത്തിൽ വെളിപ്പെടാൻ പോകുന്ന യേശുവിനെ പറ്റിയുള്ള സന്ദർഭങ്ങൾ അപ്പോസ്തലനായ പത്രോസ് പൗലോസൊക്കെ പറയുന്നുണ്ട്. ആ മർമ്മം വലിയത് ഞാൻ നിങ്ങളോട് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർദ്ദേശിക്കുന്നതാണ്. പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങളൊരു കുടുംബ ജീവിതത്തിലൂടെ യോജിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാതിരിക്കരുത്. അല്പമെങ്കിലും ഒരു ജലദോഷം എന്ന് പറഞ്ഞോ പനി എന്നോ പറഞ്ഞു കയറി കിടക്കരുത്. ആരാധനയ്ക്ക് വേണ്ടി പോകണം. ഹല്ലേലൂയ. യേശുവിന് 1-ാം സ്ഥാനം നിങ്ങൾ നൽകണം. കർത്താവ് കുടുംബങ്ങളെ യോജിപ്പിച്ചത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ദൈവത്തെ ആരാധിക്കാനാണ്. ഇനി ചില കടപ്പാടുകൾ പറയാൻ താല്പര്യം. 2-3 കടപ്പാടുകൾ ഓടിച്ചു പറഞ്ഞ് വിവാഹം ശുശ്രൂഷ ഉടമ്പടി ചെയ്യാൻ അല്പസമയം മാത്രം വേണ്ടി വരും. കടപ്പാടുകളെ പറ്റി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ടെന്ന് ഞാൻ അറിയുന്നു, മനസ്സിലാക്കുന്നു. തകതിയൊക്കെ എഴുതി മറ്റേ രജിസ്റ്റർ ബുക്കിലൊക്കെ എഴുതിയപ്പോൾ എനിക്കത് മനസ്സിലായി. ഷാലു കുമാറിന്റെ ഭവനത്തിലേക്ക് ബെൻസി ചെല്ലുകയാണ്. ഷാലു കുമാറിന്റെ മാതാവും പിതാവും ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. വാസ്തവത്തിൽ ഒരു കുടുംബ ജീവിതത്തിലൂടെ വിവാഹം മകൻ ആവശ്യമാണ്. അങ്ങനെ നൽകപ്പെടുന്ന ഈ കുഞ്ഞിനെ അമ്മ എന്നുള്ള നിലയിലല്ല ഈ ബെൻസി കാണേണ്ടത്. അമ്മ എന്നുള്ള സ്ഥാനത്ത് കാണാൻ തയ്യാറാകണം. ഒരു അമ്മയുണ്ട്, ഒരു അപ്പനുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഈ സഭയിൽ അംഗങ്ങളാണ്. പക്ഷെ അമ്മ
ഇവിടെ ഒരു അമ്മയെ പോലെ കരുതാൻ തയ്യാറാകണം. പ്രോബ്ലങ്ങളെ പലതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വഴിയാണ്. ഒരു മരുമകളെന്ന് കാണുമ്പോഴാണ് വിഷയം വരുന്നത്. അമ്മ എവിടെ ഇരിക്കുന്ന അറിയാം, ഞാൻ ചോദിക്കുന്നില്ല, എവിടെ നിന്ന് ചോദിക്കുന്നില്ല, ചോദിച്ചാൽ തന്നെ പ്രശ്നമാകും. വേണ്ട. അതുകൊണ്ട് അമ്മാവി പോലും പലയിടങ്ങളിലും ഒരു വലിയ വിഷയമാണ് കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക്. കാരണം സുപ്രീം കോർട്ടിന്റെ വിധി വന്നിട്ടുണ്ട്. അമ്മ മറന്നു പോകരുത്. അമ്മ മാനസികമായ പീഡനം പാടില്ല, ശാരീരിക പീഡനം പാടില്ല, ലൈംഗിക പീഡനവും ഗവൺമെന്റ് നിശ്ചയിക്കപ്പെട്ട ഒരു രീതിയുണ്ട്. അതിലപ്പുറം വന്നാൽ അമ്മയെ ഒരു ഭർത്താവിനെ വിട്ടുപിരിയ. മാനസിക പീഡനങ്ങൾ കൂടുതൽ വരുന്നത് അമ്മാവിയിൽ നിന്ന് 90% കണക്കുകളും എടുക്കപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കി വേണം ഒരു അമ്മാവി ഒരു കുഞ്ഞിനോട് ഇടപെടാൻ. എനിക്ക് 2-3 പെമ്പിള്ളേരുണ്ട്, കുറവില്ല. ഒന്ന് മൂത്തവകൾ, രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞ് മൂത്തവകൾ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവൾ ഒരു നഴ്സിംഗ് മേഖലയിൽ വന്നതുകൊണ്ട് ഉറങ്ങി ശീലമുള്ളൊരു പെണ്ണായിരുന്നു. പക്ഷേ ഇവിടെ ഉറങ്ങുന്നത് കണ്ടിട്ട് 9 മണിക്ക് അമ്മാവിയമ്മ ചായ കൊണ്ടുവന്ന് ഹെഡ് മിനിസ്റ്റേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് ആ മേഡത്തിന് നന്നായിട്ട് അറിയാം. പക്ഷെ അവൾ കിടന്നുറങ്ങുന്നു. എൻ്റെ മോക്ക് ഉറക്ക ക്ഷീണമായിരിക്കും എന്ന് പറഞ്ഞ് ചായ കൊണ്ട് തിരിച്ചു പോയി. പിന്നെയും 10:30 മണിക്ക് വീണ്ടും കൊണ്ടുവന്നു. അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഈ മേഡത്തിന് ഹെഡ് മിനിസ്റ്റേഴ്സ് ഒരുപാട് സ്റ്റുഡൻസിനെ കൈകാര്യം ചെയ്തതുകൊണ്ട് ഇന്നത്തെ പിള്ളേരോട് വേല കടിച്ചാൽ പറ്റത്തില്ലെന്നറിയാം. ആമേൻ. ശരീരക്കെട്ട് പറ്റിക്കുമെന്നറിയാം. ഹല്ലേലൂയ. എന്നാൽ ശാരീരിക പീഡനമല്ല. അവരോടൊന്നും പറഞ്ഞാൽ ഒരു പരിപാടി നടക്കത്തില്ലെന്നറിയാം. എന്നെ ഓർത്ത് മനസ്സിൽ 10 മണി വരെ കിടന്നുറങ്ങാനല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വീട്ടിൽ 5 മണിക്ക് ഉറക്കണിക്കുന്നെങ്കിൽ അവിടെ പോയി